ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബാത്ത് പൗഡറാണ്. അപ്പം നമുക്ക് ഈ ഹോം മെയ്ഡ് ബാത്ത് പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ബാത്ത് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, അത് ഒരു പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം അത് കാണിക്കുന്നില്ല. ഇത് നവരരിയാണ്, ഇത് ചെറുപയറാണ്, പിന്നെ ഇത് ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ചെറുപയറും നവരരിയും കൂടെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഒരു 2-3 ദിവസം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഓറഞ്ചിന്റെ തൊലിയും ഇതേപോലെ നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി ഓറഞ്ചിന്റെ തൊലി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഓറഞ്ച് വാങ്ങിയിട്ട് അത് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ 1 മണിക്കൂർ വരെ ഇട്ട് വെക്കണം. എന്നിട്ട് ഓറഞ്ച് ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഓറഞ്ച് പൊളിച്ചതിന് ശേഷം ഒരിക്കലും കഴുകാൻ പാടില്ല. അതിൻ്റെ മുന്നേ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിക്കിട്ടും. ഇനി നമുക്ക് ഇത് 3ഉം കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗോതമ്പ് പൊടിയാണ്. അപ്പം നമുക്ക് ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മറ്റേതിന്റെ ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ചെറുപയറും നവരരിയും ഓറഞ്ചിന്റെ തൊലിയും എല്ലാം 1/2 ഗ്ലാസ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പ് പൊടി 1/4 ഗ്ലാസിന്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ പൊടി ഒരു 10 മിനിറ്റ് വെയിലത്ത് വെക്കാൻ പോവുകയാണ്. വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ ഇതൊരു 5-6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കണം. പ്ലാസ്റ്റിക് കഴിവതും ഒഴിവാക്കുക. ചില്ലുകുപ്പിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ചില്ലുകുപ്പിയിൽ നമുക്കിത് ഇട്ട് വെക്കാം. അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കിത് ഒരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മളിതൊരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മളൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഞാൻ എൻ്റെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണാണ് എടുക്കാറുള്ളത്. നമ്മളെപ്പോഴും ഈ പൊടി എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ എടുക്കാൻ ശ്രദ്ധിക്കണേ. നമുക്ക് നമ്മുടെ ബാത്ത് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണേൽ യൂസ് ചെയ്യാം. നമുക്ക് നോർമൽ പച്ചവെള്ളം യൂസ് ചെയ്യാം, പൊട്ടറ്റോ ജ്യൂസ് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, പാല് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിലും എന്ത് ചേർക്കുകയാണെങ്കിലും കുറച്ചുകൂടെ അധികം ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ഇത് റെഡിയാക്കി വെക്കണം. അപ്പം കുളിക്കുന്ന സമയത്ത് ഇതൊന്ന് പൊതിർന്ന് കിട്ടും. അപ്പോൾ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി കൂടും. അപ്പം ഞാനിത് വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മളെ ഫുൾ ബോഡിയിൽ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു മസാജ് കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ക്രബിങ് കൂടെ കിട്ടും. ഞാനിത് നമ്മളെ ബാത്ത് പൗഡർ പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ചെറിയൊരു സ്ക്രബിങ് കിട്ടും. നമ്മൾ കുറച്ച് നേരം ഇത് പൊതിർത്തി വെക്കുന്നത് കൊണ്ട്, റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ വലിയ സ്ക്രബിങ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ സ്ക്രബിങ് കിട്ടും. അപ്പം ഞാനിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബാത്ത് പൗഡർ ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഇതൊരു 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും നോർമലായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതലായിട്ട് ഇഫക്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈ. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുമ്പം നമ്മുടെ ഫുൾ ബോഡി നല്ല സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് 1 മാസം അങ്ങനെയൊന്നും യൂസ് ചെയ്താൽ പോരാ. ഇത് നമ്മൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഷെയ്ഡെങ്കിലും കൂടാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്.
അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.